നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ ഒരു കത്തി പോലെ ഉപയോഗിക്കപ്പെടാമെന്ന് മുന്നറിയിപ്പ് നൽകി ആന്റ്ലസിലെ സേവിയേഴ്സ് കമ്മ്യൂണിക്കേഷൻസ് പ്രതിനിധി ഫാദർ പാബ്ലോ അബ്രു. എഐയെ എങ്ങനെ സുവിശേഷവൽക്കരണത്തിനായി ഉപയോഗിക്കാമെന്ന വിഷയത്തിൽ അടുത്തിടെ നടന്നൊരു പരിപാടിയുടെ വെളിച്ചത്തിലായിരുന്നു ഡൊമിനിക്കൻ പുരോഹിതനായ ഫാദർ പാബ്ലോ പ്രതികരിച്ചത്. സാങ്കേതികവിദ്യയുടെ വികാസത്തിൽ കത്തോലിക്കാ സഭ എപ്പോഴും ശ്രദ്ധാലുവാണെന്ന് അദ്ദേഹം പറഞ്ഞു. എഐയുടെ അമിത ഉപയോഗം മനുഷ്യന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വൈദികൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അമിതമായ ഉപയോഗത്തിലൂടെ മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോകുന്നു. ഇത് ഒരു വ്യക്തിയെ സ്വത്വമില്ലാത്തവനാക്കും, അദ്ദേഹം പറഞ്ഞു. ഇന്ന് എണ്ണമറ്റ ജോലികളാണ് എഐയുടെ ഉപയോഗത്തിലൂടെ പരിഷ്കരിക്കപ്പെടുന്നത്. എഐയെ അടുക്കളയിൽ ഭക്ഷണം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയായി ഉപമിച്ച ഫാദർ അബ്രു ഒരു വ്യക്തിയുടെ ജീവനെടുക്കാൻ ഈ കത്തിക്ക് സാധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു. ചുരുക്കത്തിൽ, എഐക്ക് നിരവധി ഉപയോഗങ്ങളുണ്ട്. അതിൽ ശരിയായതും ക്രിയാത്മകവുമായ ഉപയോഗം കൃത്യമായി തിരിച്ചറിയേണ്ട ആവശ്യകത നമ്മൾക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശ്വാസികളെ ഭയപ്പെടുത്താതെ ശരിയായ വിവേകത്തോടെ എഐ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് തങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഫാദർ പാബ്ലോ കൂട്ടിച്ചേർത്തു. എഐ പ്രയോഗിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡവും അദ്ദേഹം നൽകി. എന്റെ സ്ഥാനത്ത് യേശുവാണെങ്കിൽ എന്തു ചെയ്യും? യേശു അന്നത്തെ കാലത്ത് തന്റെ സുവിശേഷം എങ്ങനെ വഹിച്ചു, അതിപ്പോൾ എങ്ങനെ ചെയ്യും എന്ന് ചിന്തിക്കുക, ഫാദർ പാബ്ലോ കൂട്ടിച്ചേർത്തു.